ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് പരിവാഹന്റെ സൈറ്റ് വഴി എങ്ങനെ ഡ്രൈവിംഗ് ലൈസൻസ് എക്സ്ട്രാക്ട് അപേക്ഷ സമർപ്പിച്ച് പ്രിന്റ് ഔട്ട് എടുക്കാം എന്നുള്ളതാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഗൂഗിളിന്റെ പുതിയൊരു പേജ് ഓപ്പൺ ചെയ്യുക. ഇതിൽ പരിവാഹൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓപ്പൺ ആയി വരുന്ന ഫസ്റ്റ് ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകി കണ്ടിന്യൂ ചെയ്യുക. ശേഷം വരുന്ന പേജിലെ ഓൺലൈൻ സർവീസസ് എന്നുള്ള ഓപ്ഷനിലെ ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസ് ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വരുന്ന പേജിൽ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം വരുന്ന പേജിലെ അലർട്ട് മെസ്സേജ് സ്കിപ്പ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് കൊടുത്തതിന് ശേഷം ഡ്രൈവിംഗ് ലൈസൻസ് എന്നുള്ള ഓപ്ഷനിലെ സർവീസ് ഓൺ DL എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. പേജിന്റെ താഴേക്കായിട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക. കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വരുന്നത് ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ട പേജാണ്. ഈ ഒരു ഭാഗത്ത് അപേക്ഷകന്റെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ, ഡ്രൈവിംഗ് ലൈസൻസിൽ ഉള്ളതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, സൈറ്റിൽ കൊടുത്തിരിക്കുന്ന ക്യാപ്ച കോഡ്, പേജിൽ കൊടുത്തിരിക്കുന്ന ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഗെറ്റ് DL ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക. ഡ്രൈവിംഗ് ലൈസൻസിന്റെ നമ്പർ കറക്റ്റായിട്ട് കൊടുത്താൽ മാത്രമേ അപേക്ഷ പ്രൊസീഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നിലവിലെ ഡ്രൈവിംഗ് ലൈസൻസിലെ വിവരങ്ങൾ തന്നെയാണ് ഈ ഒരു പേജിൽ വരുന്നത്. പേജിന്റെ താഴേക്കായിട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക. കൺഫേംഡ് ദാറ്റ് ദി എബോവ് ഡ്രൈവിംഗ് ലൈസൻസ് ഡീറ്റെയിൽസ് ആർ മൈ എന്നുള്ള ഓപ്ഷനിൽ യെസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. താഴെയായിട്ട് RTO ഓഫീസ് എന്നുള്ള ഓപ്ഷനിൽ RTO ഏതാണ് വരുന്നതെന്ന് ഡ്രൈവിംഗ് ലൈസൻസിൽ നോക്കിയതിന് ശേഷം കൃത്യമായിട്ടൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിൻകോഡ് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. RTO ഓഫീസ് കൊടുക്കുന്നുണ്ടെങ്കിൽ പേജിന് താഴെയായിട്ട് കൊടുത്തിരിക്കുന്ന പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ മൊബൈൽ നമ്പർ നൽകിയിട്ടില്ല എങ്കിൽ മൊബൈൽ നമ്പർ കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇമെയിൽ ID കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പേജിന് താഴെയായി കൺഫേം എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വന്നിരിക്കുന്ന അലർട്ട് മെസ്സേജിൽ ഓക്കെ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടതാണ്. ശേഷം വരുന്ന ഭാഗത്ത് നിലവിലെ ഡ്രൈവിംഗ് ലൈസൻസിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിലേക്ക് ഒരു OTP മെസ്സേജ് വരുന്നതാണ്. ക്യാപ്ച കോഡ് കൃത്യമായി നൽകിയതിന് ശേഷം ആദ്യം ജനറേറ്റ് OTP എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സൈറ്റിൽ കാണിച്ചിരിക്കുന്ന ഫോൺ നമ്പറിലേക്ക് OTP മെസ്സേജ് വരുന്നതാണ്. ഈ ഒരു OTP കൃത്യമായി എൻ്റർ OTP ഹിയർ എന്നുള്ള ഓപ്ഷനിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ക്യാപ്ച കോഡും കൂടി കൊടുത്തതിന് ശേഷം സബ്മിറ്റ് OTP എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. OTP ലഭിച്ചിട്ടില്ല എങ്കിൽ റീസെന്റ് OTP എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടത്. ഞാനിവിടെ OTP കൊടുത്തതിന് ശേഷം സബ്മിറ്റ് OTP ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് വരുന്ന പേജിൽ നിലവിലെ ഡ്രൈവിംഗ് ലൈസൻസിൽ ചെയ്യാൻ സാധിക്കുന്ന വിവരങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ DL എക്സ്ട്രാക്ട് ആണ് ആപ്ലിക്കേഷൻ വേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ DL എക്സ്ട്രാക്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നൽകുന്നുണ്ട്. DL എക്സ്ട്രാക്ട് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നൽകാവുന്നതാണ്. അടുത്തതായിട്ട് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ സെലക്ട് റീസൺ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് റീസൺ സെലക്ട് ചെയ്ത് നൽകുകയാണ് വേണ്ടത്. ഞാനിവിടെ മിസ്സലേനിയസ് എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. എന്ത് കാരണം കൊണ്ടാണ് DL എക്സ്ട്രാക്ട് എടുക്കുന്നതെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നിലവിൽ സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ്. മിസ്സലേനിയസ് ആണ് കൊടുക്കുന്നതെങ്കിൽ എന്താണ് റീസൺ എന്നുള്ളത് മെൻഷൻ ചെയ്ത് നൽകാൻ സാധിക്കുന്നതാണ്. പേജിന്റെ താഴെയായിട്ട് ഡിക്ലറേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡിക്ലറേഷൻസ് 3 ടിക്ക് ചെയ്യുക. ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം യെസ് കൊടുക്കുക, ഇല്ല എങ്കിൽ നോ കൊടുക്കുക. സൈറ്റിൽ കാണിച്ചിരിക്കുന്ന ക്യാപ്ച കോഡ് കൂടി കൃത്യമായി ഒന്ന് ടൈപ്പ് ചെയ്ത് നൽകിയതിന് ശേഷം സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വന്നിരിക്കുന്ന അലർട്ട് മെസ്സേജിൽ ഓക്കെ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപേക്ഷ സബ്മിറ്റ് ആയതിനു ശേഷം ഒരു ആപ്ലിക്കേഷൻ നമ്പർ ജനറേറ്റ് ആവുന്നുണ്ട്. ഓക്കെ എന്ന് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ആപ്ലിക്കേഷൻ പേജ് ആണ് ലഭിക്കുക. വന്നിരിക്കുന്ന ആപ്ലിക്കേഷൻ നമ്പർ കൃത്യമായിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. DL എക്സ്ട്രാക്ടിന്റെ ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് സൈറ്റിലേക്ക് ഡോക്യുമെന്റുകളൊന്നും അപ്ലോഡ് ചെയ്ത് നൽകേണ്ട ആവശ്യം വരുന്നില്ല. നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വന്നിരിക്കുന്ന നെക്സ്റ്റ് പേജിൽ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് അഥവാ ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ക്യാപ്ച കോഡും നൽകിയതിന് ശേഷം സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ വഴി കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് വരുന്ന പേജിൽ താഴേക്കായിട്ട് ഒന്ന് സ്ക്രോൾ ചെയ്യുക. ശേഷം വരുന്ന ഭാഗത്ത് ഫീ പേയ്മെന്റ് എന്നുള്ള ഓപ്ഷനാണ് ഡിഫോൾട്ട് ആയിട്ട് വരുന്നത്. പേജിൽ തന്നെ കൊടുത്തിരിക്കുന്ന പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക. കണ്ടിന്യൂ ചെയ്ത് വരുന്നത് ഫീ പേയ്മെന്റിന്റെ പേജിലേക്കാണ്. നിലവിൽ
DL എക്സ്ട്രാക്റ്റിന്റെ ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ഫീ പേയ്മെന്റ് ആയിട്ട് വരുന്നത് 250 രൂപയാണ്. പേജിന് താഴെയായിട്ട് ഇ ട്രഷറി എന്നുള്ള ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് നൽകുക. സൈറ്റിൽ കൊടുത്തിരിക്കുന്ന ക്യാപ്ച കോഡ് കൂടി കൃത്യമായി നൽകിയതിന് ശേഷം പേ നൗ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നൽകാവുന്നതാണ്. ഇൻ കേസ് ആപ്ലിക്കേഷൻ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ വന്നിട്ടില്ല എങ്കിൽ ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ടൈപ്പ് ചെയ്തതിന് ശേഷം ക്ലിക്ക് ഹിയർ ടു കാൽക്കുലേറ്റ് ഫീ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ പേയ്മെന്റ് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ആവുന്നതാണ്. നെക്സ്റ്റ് വരുന്ന പേജിൽ പേജിന്റെ താഴെയായിട്ട് ഡിക്ലറേഷൻ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഡിക്ലറേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പ്രൊസീഡ് ഫോർ പേയ്മെന്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പ്രൊസീഡ് ചെയ്ത് നെക്സ്റ്റ് വരുന്ന പേജിൽ പേയ്മെന്റ് ഗേറ്റ്വേ ഓപ്ഷൻസ് എനേബിൾ ആയിട്ട് വരുന്നതാണ്. നെറ്റ് ബാങ്കിങ്, പേയ്മെന്റ് ഗേറ്റ്വേ 1, 2 ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഞാനിവിടെ ഗേറ്റ്വേ 1 എന്നുള്ള ഓപ്ഷൻ കൊടുത്തതിന് ശേഷം പ്രൊസീഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നൽകുന്നുണ്ട്. വന്നിരിക്കുന്ന അലർട്ട് മെസ്സേജിൽ ഓക്കെ എന്ന് കൊടുത്ത് കണ്ടിന്യൂ ചെയ്ത് വരുന്ന പേജിൽ UPI യൂസ് ചെയ്താണ് പേയ്മെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ പേജിന്റെ മുകളിലായി കൊടുത്തിരിക്കുന്ന UPI ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഏത് വാലറ്റ് ആണോ യൂസ് ചെയ്യുന്നത് ആ വാലറ്റിന്റെ ഡീറ്റെയിൽസ് ഒന്ന് കൃത്യമായി ടൈപ്പ് ചെയ്ത് നൽകുക. ആദ്യം വെരിഫൈ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. UPI ഹോൾഡറുടെ പേര് ഡിഫോൾട്ട് ആയിട്ട് സ്ക്രീനിൽ കാണിക്കുന്നതാണ്. അതിനുശേഷം പേ നൗ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വാലറ്റിലേക്ക് പേയ്മെന്റ് അടയ്ക്കാനുള്ള റിക്വസ്റ്റ് വരുന്നതാണ്. വാലറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്ത് പേയ്മെന്റ് നടത്താൻ സാധിക്കുന്നതാണ്. പേയ്മെന്റ് പ്രോസസ്സ് സക്സസ് ആയതിനു ശേഷമാണ് DL എക്സ്ട്രാക്ട് സൈറ്റിൽ നിന്നും പ്രിന്റ് ഔട്ട് എടുക്കാൻ സാധിക്കുന്നത്. ക്ലിക്ക് ഹിയർ ഫോർ പ്രിന്റ് റെസിപ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് പേയ്മെന്റ് അടച്ചതിന്റെ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. പേയ്മെന്റ് റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം വീണ്ടും ഹോം എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പേജിന്റെ ഏറ്റവും മുകളിലായി കൊടുത്തിരിക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസ് എന്നുള്ള ഓപ്ഷനിലെ DL എക്സ്ട്രാക്ട് പ്രിന്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വരുന്ന പേജിൽ നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ ആപ്ലിക്കേഷൻ നമ്പർ കൃത്യമായി കൊടുക്കുക. സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഫോണിലേക്ക് വന്നിരിക്കുന്ന OTP കൃത്യമായി ഒന്ന് ടൈപ്പ് ചെയ്ത് നൽകിയതിന് ശേഷം വീണ്ടും സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് നൽകുക. ഓപ്പണായി വരുന്ന പേജിന്റെ താഴേക്കായിട്ട് ഒന്ന് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. പേജിന്റെ ഏറ്റവും താഴെയായി കൊടുത്തിരിക്കുന്ന സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകിയാൽ DL എക്സ്ട്രാക്റ്റിന്റെ പ്രിന്റ് ലഭിക്കുന്നതാണ്. കൂടുതൽ വീഡിയോസിനായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.